മിഡ് ക്യാപ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള അനിയന്ത്രിതമായ ഫണ്ട് ഇൻഫ്ലോ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബബിൾ ബസ്റ്റിന് വഴി തെളിയിച്ചേക്കും എന്ന് സെബി ആശങ്ക പ്രകടിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. പല ഇൻഡെക്സുകളും 5 മുതൽ 10% കറക്റ്റ് ആവുകയും ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിഫ്റ്റി 50 28% റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് 60% റിട്ടേൺ ആണ് നൽകിയത്. ഇത് സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ ആകർഷിക്കുന്നു. ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് അനിയന്ത്രിതമായി ഫണ്ട് ഇൻഫ്ലോ ഉണ്ടാകുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബബിൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഈ ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് പ്രാപ്തരാണോ എന്നറിയുന്നതിന് കമ്പനികൾ സെൽഫ് ടെസ്റ്റ് നടത്തണമെന്ന് അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റ് നടത്തണമെന്ന് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടിൻ്റെയും സെബിയും ആവശ്യപ്പെട്ടിരുന്നു. ഇതുമൂലം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്കിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുണ്ടാകും. മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നടത്തിയ സ്ട്രെസ് ടെസ്റ്റ് പ്രകാരം ഒരു സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിന് അവരുടെ 50% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിലുള്ള ഷെയറുകൾ വിറ്റ് ക്യാഷ് ആക്കുന്നതിന് 12 മുതൽ 60 ദിവസവും 25% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 6 മുതൽ 30 ദിവസവും ആവശ്യമാണ്. ഇനി ഇന്ത്യയിലെ ടോപ്പ് 10 സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ ലിക്വിഡിറ്റി സ്ട്രെസ് ടെസ്റ്റ് റിസൾട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തേത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. 46,000 കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റുള്ള നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന് അവരുടെ 50% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 27 ദിവസവും 25% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 13 ദിവസവും ആവശ്യമാണ്. പല മ്യൂച്വൽ ഫണ്ടുകളും സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തലാക്കിയെങ്കിലും നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഇതുവരെയും ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തലാക്കിയിട്ടില്ല. അതേസമയം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് 5 ലക്ഷം രൂപയുടെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുകയും ചെയ്തു. HDFC സ്മോൾ ക്യാപ് ഫണ്ടിന് അവരുടെ പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന്, അതായത് പോർട്ട്ഫോളിയോയുടെ 50% ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 42 ദിവസവും 25% ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 21 ദിവസവും ആവശ്യമാണ്. SBI സ്മോൾ ക്യാപ് ഫണ്ടിന് പോർട്ട്ഫോളിയോയുടെ 50% ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 60 ദിവസവും 25% ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 30 ദിവസവും ആവശ്യമാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയുള്ള ഫണ്ട് ഇൻഫ്ലോ 25,000 രൂപ പെർ മന്ത് എന്ന റേറ്റിൽ നിജപ്പെടുത്തുകയും ചെയ്തു. ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിന് പോർട്ട്ഫോളിയോയുടെ 50% ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 28 ദിവസവും 25% ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 14 ദിവസവും ആവശ്യമാണ്. കോണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിന് 50% ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 22 ദിവസവും 25% ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 11 ദിവസവും ആവശ്യമാണ്. ലംസം ഇൻവെസ്റ്റ്മെൻറ്റിനോ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിനോ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുമില്ല. കോട്ടക് സ്മോൾ ക്യാപ് ഫണ്ടിന് അവരുടെ 50% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 33 ദിവസവും 25% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 17 ദിവസവും ആവശ്യമാണ്. HSBC സ്മോൾ ക്യാപ് ഫണ്ടിന് 50% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 14.5 ദിവസവും 25% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 7.25 ദിവസവും ആവശ്യമാണ്. DSB സ്മോൾ ക്യാപ്പിന് 50% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 32 ദിവസവും 25% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 16 ദിവസവും ആവശ്യമാണ്. ഫ്രാങ്ക്ലിൻ ഇന്ത്യ സ്മാളർ കമ്പനീസിന് 50% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 12 ദിവസവും 25% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 6 ദിവസവും ആവശ്യമാണ്. കനറ റെബക്കോ സ്മോൾ ക്യാപ് ഫണ്ടിന് 50% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 13.5 ദിവസവും 25% പോർട്ട്ഫോളിയോ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 6.75 ദിവസവും ആവശ്യമാണ്. ഈ ലിക്വിഡിറ്റി സ്ട്രെസ് ടെസ്റ്റ് മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റേഴ്സ് ഏത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്ന് തീരുമാനിക്കാൻ. ഇത് ഇൻവെസ്റ്റേഴ്സിന് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മൾ ഫണ്ട് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ റിഡീം ചെയ്യുമ്പോൾ എത്ര ദിവസത്തിന് ശേഷം ഈ മ്യൂച്വൽ ഫണ്ട് നമ്മൾക്ക് പൈസ തരും എന്നതിനെയാണ് ഒരു കമ്പനിയുടെ സ്ട്രെസ്സായി രേഖപ്പെടുത്തുന്നത്. ഫണ്ട് റിഡീം ചെയ്തതിന് ശേഷം ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി 2 ദിവസത്തിൽ കൂടുതൽ ക്യാഷ് തരുന്നതിന് സമയമെടുക്കുകയാണെങ്കിൽ ആ പോർട്ട്ഫോളിയോ സ്ട്രെസ്സിലാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലെ മറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് RVNL. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ RVNL 1.4% ഉയർന്ന് 246 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 51,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37.3, ഡിവിഡൻഡ് ഈൽഡ് 0.86%.
മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിലും PSU സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ പശ്ചാത്തലത്തിലും RVNL എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 1% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. പക്ഷേ 2024 വർഷത്തിൽ മാത്രം സ്റ്റോക്ക് 35% റിട്ടേൺ നൽകുകയും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 300%-നടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. RVNLുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ പ്രോജക്റ്റ് വഴി കമ്പനിക്ക് 339 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. പൂനെ മെട്രോ റെയിൽ നെറ്റ്വർക്കിന് വേണ്ടി ഇലവേറ്റഡ് വയാഡക്റ്റിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും വേണ്ടിയുള്ള ഓർഡറാണ് RVNL എന്ന കമ്പനിക്ക് ലഭിച്ചത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. പ്രോഫിറ്റ് 6.2% ഇടിഞ്ഞ് 388 കോടിയും റവന്യൂ 6.4% ഇടിഞ്ഞ് 4689 കോടിയുമായിരുന്നു. സ്റ്റോക്ക് 350-ൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് ഇപ്പോൾ 245-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 380-ൽ നിന്നും ഇടിഞ്ഞ സ്റ്റോക്കിന് 225-നടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും അതിനുശേഷം 245-ൽ നിന്നും സ്റ്റോക്ക് ഒരു തിരിച്ചുവരവിന് ശ്രമം നടത്തുകയുമാണ്. 200 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ഹയർ സൈഡിലെ ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ആർക്കിയൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ആർക്കിയൻ കെമിക്കൽ കഴിഞ്ഞ ദിവസം 5% ഉയർന്ന് 618-നടുത്ത് ക്ലോസിംഗ് നൽകി. 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.4, ഡിവിഡൻഡ് yield 0.42%, 52 വീക്ക് ഹൈ 837, 52 വീക്ക് ലോ 494. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ROE 44%, ROCE 45.6%, 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 33%, പ്രോഫിറ്റ് ഗ്രോത്ത് 133%, ROE 60%-നടുത്ത്. 1500 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 64 കോടി രൂപയുടെ കടമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 53.4% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISന് 4%, DASന് 28% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.92%-ൽ നിന്നും 4.15%-ലേക്ക് ഉയർത്തിയിരുന്നു. ആർക്കിയൻ കെമിക്കൽ എന്ന കമ്പനി അക്മി കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബ്രോമൈൻ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറിയും മാനുഫാക്ചറിംഗ് പ്ലാന്റും ഗുജറാത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ആർക്കിയൻ കെമിക്കൽ എന്ന സ്റ്റോക്ക് സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നു. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അപ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന സ്റ്റോക്ക് ആണെങ്കിലും സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് കമ്പനിയുടെ ബിസിനസ് മോഡൽ ഇഷ്ടമുള്ളവർക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്